അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്സാര കാര്യത്തിന്റെ വിഷയങ്ങൾ നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന ചെറുപ്പക്കാരാ, ചെറിയ ക്ഷീണം പറഞ്ഞുകൊണ്ട് നിസ്കാരം മാറ്റിവെക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എത്ര സൗഭാഗ്യമാ തന്നത്. നമ്മുടെ കരങ്ങൾക്കൊരു കുഴപ്പവുമില്ലല്ലോ, നമ്മുടെ കാലുകൾക്കൊരു കുഴപ്പവുമില്ലല്ലോ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ സ്വാധീനങ്ങൾക്കൊരു കുഴപ്പവുമില്ലല്ലോ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും റബ്ബിനോട് നിങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്? അമൂല്യമായ ആഫിയത്ത് നമുക്കുണ്ടല്ലോ. എത്രയോ ആളുകൾ ജന്മനാ തന്നെ കൈയില്ലാത്ത ആളുകൾ, ജന്മനാ തന്നെ കാല് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് ഇബാദത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന എത്രയോ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നിസ്സാര കാര്യം പറഞ്ഞ് നമ്മൾ ഇബാദത്തിന് മടി കാണിച്ചു പോയാൽ ഒരു പരലോകം വരാനുണ്ടല്ലോ. നാളെ ഒരു ക്ഷീണത്തിന്റെ സമയം വരാനുണ്ട്, നാളെ ഒരു വാർദ്ധക്യത്തിന്റെ സമയം വരാനുണ്ട്, നാളെ ഒരു രോഗത്തിന്റെ സമയം വരാനുണ്ട്, ജീവിതത്തിൽ നാളെ ഒരു തിരക്കിന്റെ സമയം വരാനുണ്ട്. ഇപ്പോഴുള്ള വിശാലമായ സമയം വേണ്ടതുപോലെ വിനിയോഗിക്കാതെ പോയാൽ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും. പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് തഖ്വയോടുകൂടി നീ നൽകണേ തമ്പുരാനേ.